ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. റെക്കോർഡ് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ച ഇന്ത്യൻ ഓഹരി വിപണി. നിഫ്റ്റി സർവകാല റെക്കോർഡ് കീഴടക്കി 22,122 വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 282 പോയിന്റ് ഉയർന്നു. പിന്തുണച്ച് ആഭ്യന്തര നിക്ഷേപകർ. ചൈനയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിൽ ഇടിവ്. നിക്ഷേപം 82% കുറഞ്ഞു. രേഖപ്പെടുത്തിയത് 30 വർഷത്തിനിടയിലെ ഏറ്റവും മോശമായ ഇടിവ്. ഉത്തർപ്രദേശിൽ 10 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണം, ഭക്ഷ്യ സംസ്കരണം, വിനോദം തുടങ്ങിയ വിവിധ മേഖലകൾക്കായി 14,000 പുതിയ പദ്ധതികൾ. പ്രഖ്യാപനം UP ആഗോള നിക്ഷേപക ഉച്ചകോടിക്കിടെ. പേടിഎം പേയ്മെന്റ് ബാങ്കിൽ ഇതുവരെ ഫോറക്സ് ലംഘനങ്ങൾ കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനായില്ലെന്ന് റിപ്പോർട്ടുകൾ. സംശയാസ്പദമായ ചില പ്രശ്നങ്ങൾ ബാങ്കിന്റെ മറ്റു മേഖലകളിൽ കണ്ടെത്തി. സാധ്യമായ ഏതെങ്കിലും ലംഘനങ്ങൾക്ക് ചാർജുകൾ ചുമത്തണോ എന്ന് ED പരിശോധിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ. ശക്തമായ വളർച്ച രേഖപ്പെടുത്താനൊരുങ്ങി ഇന്ത്യൻ അച്ചടി മാധ്യമ വ്യവസായം. പരസ്യ വരുമാനം ഉയർന്നേക്കും. മേഖലയിലേക്ക് നിക്ഷേപം ഉയരാൻ സാധ്യതയെന്നും റിപ്പോർട്ടുകൾ. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. തുടർച്ചയായ 5ാം ദിവസവും നേട്ടത്തിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. റെക്കോർഡ് ഭേദിച്ചാണ് ബെഞ്ച്മാർക്ക് സൂചികളിലൊക്കെ തന്നെ ഇന്ന് വ്യാപാരം അവസാനിച്ചത്. നിഫ്റ്റി, സെൻസെക്സ് ഒക്കെ തന്നെ വളരെ സർവകാല റെക്കോർഡുകൾ ഭേദിച്ചു. ഓട്ടോ, പവർ, ഫാർമ, കൺസ്യൂമർ ഡ്യൂറബിൾസിന്റെ ഒക്കെ ഒരു പിന്തുണ വിപണിയിലുണ്ടായിരുന്നു. ഗ്രാസിം ഇൻഡസ്ട്രീസ്, ബജാജ് ഫിൻസർ, ബജാജ് ഓട്ടോ, ICICI ബാങ്ക് എന്നിങ്ങനെ ഉള്ള കമ്പനികളൊക്കെ തന്നെ ഓഹരികളിൽ നേട്ടത്തിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികളിലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി ഇന്ന് സർവകാല റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ്. ഇന്ന് 22,122 പോയിന്റിലാണ് നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 81 പോയിന്റ് ഉണർവിലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പോയത് 22,186 ആയിരുന്നു പീക്കിലെത്തിയ പോയിന്റ്. ഇന്ന് ഏറ്റവും താഴ്ന്നു പോയത് 22,021 ആയിരുന്നു. പക്ഷേ ഒക്കെ തന്നെയും ഓഹരികളിലൊക്കെ തന്നെ ആഭ്യന്തര നിക്ഷേപകരുടെ ഒരു പിന്തുണയുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ എല്ലാ സൂചികകളും അതുപോലെ തന്നെ ഗ്രീൻ സിഗ്നലിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ആയാലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ആയാലും ഒരു പോസിറ്റീവ് മോഡിൽ തന്നെയാണ്. 46,535 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ് ആൻഡ് നിഫ്റ്റി സ്മോൾ ക്യാപ് മേഖലകളിലും ഒരു നേട്ടം തന്നെ ഉണ്ടായിരുന്നു. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ സെൻസെക്സിലും അതേ ഉണർവ് തന്നെ ഇന്ന് പ്രകടമാണ്. 281 പോയിന്റ് നേട്ടത്തിൽ 72,708 പോയിന്റിലാണ് ഇന്ന് സെൻസെക്സിലും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. വിദേശ നിക്ഷേപകരുടെ ഒരു പിന്തുണയ്ക്കൊപ്പം തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആഭ്യന്തര നിക്ഷേപകരുടെ ഒരു പിന്തുണ ഇന്ന് വിപണിയിൽ പ്രകടമായിരുന്നു എന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. TPFSന്റെ ഡയറക്ടറായ KV സാമുവലാണ് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. ഗുഡ് ഈവനിങ് KV സാമുവൽ. വിപണിയുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു നേട്ടം ഇന്ന് എങ്ങനെയായിരുന്നു? നിക്ഷേപകർ എന്തൊക്കെ കരുതലുകൾ എടുക്കണം വിപണിയിൽ നിന്ന്? ഗുഡ് ഈവനിങ്. ഇന്ത്യ പഴയ ഇന്ത്യയിൽ നിന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. മാർക്കറ്റിൽ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ആണ് ഇന്ന് ദൃശ്യമായത്. വെള്ളിയാഴ്ച ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 13,917 കോടി രൂപയുടെ ഷെയർ വിറ്റപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 17,393 കോടി രൂപയുടെ ഷെയർ വാങ്ങിച്ചു. അതായത് 3,476 കോടി രൂപയുടെ അധികം പർച്ചേസാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. ഇത് മാർക്കറ്റിന്റെ കോൺഫിഡൻസ് വളരെയേറെ വർദ്ധിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നിഫ്റ്റി ഓൾ ടൈം ഹൈ ആയ 22,187 ടച്ച് ചെയ്ത് ഒരു ചെറിയ കറക്ഷനോടുകൂടി 22,122 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് 22,150 അതിന് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ 22,300 22,500 ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിക്ക് 21,883 നല്ല സപ്പോർട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഗെയിംസ് നേടിയത് FMGC, എനർജി, ഫാർമ സെക്ടറാണ്. IT ഒഴികെ എല്ലാ നിഫ്റ്റിയിലെ ഇൻഡെക്സുകളും പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഗ്രാസിം 2.99% ഉയർന്ന് 2,170 ബജാജ് ഫൈനാൻസ് 2.81% ഉയർന്ന് 1,618 ബജാജ് ഓട്ടോ 2.22% ഉയർന്ന് 8,514 ക്ലോസ് ചെയ്തപ്പോൾ
നഷ്ടം നേരിട്ട ഓഹരികൾ കോൾ ഇന്ത്യ 3.96% ഇടിഞ്ഞ് 459-ലും, L&T 1.38% ഇടിഞ്ഞ് 3341-ലും, SBI ലൈഫ് 1.3% ഇടിഞ്ഞ് 1488-ലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ട്രെൻഡാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഹയർ ലെവലിൽ ഇൻവെസ്റ്റേഴ്സ് അല്പം കോഷ്യസ് ആയിരിക്കുന്നത് നന്നായിരിക്കും. താങ്ക് യു. നന്ദി. ശ്രീ KV സാമുവലാണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ആഭ്യന്തര നിക്ഷേപകർ വിപണിയിൽ വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുവെന്നത് പ്രകടനം തന്നെയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ മാക്രോ ഡേറ്റകൾ വിപണിയെ സ്വാധീനിച്ചേക്കാം. ഇന്നത്തെ മാർക്കറ്റ് വ്യൂ ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നു സംഭവിച്ചതുമായി അനുജ തുടരും.